ഏവർക്കും നമസ്കാരം. ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മെംസ് സ്കൂൾ മണ്ണുംകുളം റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി ഏകദേശം 2 ദിവസത്തോളമായി. മുമ്പേ കലങ്കിൻ്റെ ജോലികളെല്ലാം തീർത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇന്നലെയും മിനിഞ്ഞാന്നുമായാണ് കോൺക്രീറ്റ് തുടങ്ങിയത്. 10 ലക്ഷം രൂപയാണ് ഈ ഒരു റോഡിന് വേണ്ടി വരവ് വെച്ചത് എന്ന് എൻജിനീയർ അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ 10 ലക്ഷത്തിൻ്റെ വർക്കുകൾ ഇവിടെ നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ തീർച്ചയായിട്ടും സംശയമുണ്ട്. അതിനേക്കാളുപരി ഈ ഒരു റോഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് റോഡിൻ്റെ സെൻട്രലായി തന്നെ തെങ്ങുകളും കിഴങ്ങുകളും പ്രത്യേകം പഞ്ചായത്ത് തന്നെ അലങ്കരിച്ചിട്ടുണ്ട്. റോഡ് സൈഡിലായി തെങ്ങുകളും കാർഷിക മേഖലയെ എങ്ങനെയൊക്കെ പ്രോത്സാഹിപ്പിക്കാം എന്നതിൻ്റെ ഭാഗമായി കാർഷിക വകുപ്പും കൂടി ഒരു പ്രത്യേക രീതിയിലാണ് ഈ റോഡിനെ സജ്ജീകരിച്ചിട്ടുള്ളത്. വരും വർഷങ്ങളിൽ കുട്ടികൾക്കും ഇത്തരത്തിലുള്ള കൃഷിരീതികൾ റോഡിൽ തന്നെ പരീക്ഷിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത്രയൊക്കെ പണം മുടക്കിയിട്ടും ഈ ഒരു റോഡ് അതിൻ്റെ പൂർണ്ണ അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. ഇത് മുഴുവനായി പോസ്റ്റർ അടിക്കാൻ വേണ്ടി മാത്രം ചെയ്തതാണോ എന്നുള്ള കാര്യത്തിലും ഒരു പൗരൻ എന്ന നിലയ്ക്ക് എനിക്ക് സംശയമുണ്ട്. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന ഭാഗത്ത് കല്ലും മറ്റ് നിർമ്മാണ സാമഗ്രികളും നിറച്ചിരിക്കുന്നതും ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ആദ്യം വാഹനങ്ങൾ സർവീസ് ചെയ്യാനുള്ള സംവിധാനമായിരുന്നു ഈ റോഡിൽ ക്രമീകരിച്ചിരുന്നത്. മഴക്കാലമായി കഴിഞ്ഞാൽ വാഹനങ്ങൾ നമുക്ക് വീട്ടിൽ നിന്നും കഴുകാതെ തന്നെ ഈ റോഡ് വഴി വന്നാൽ ഫ്രീ ആയി ലഭിക്കുന്ന ഒരു സംവിധാനമുണ്ടായിരുന്നു. ഇന്ന് അത് കോൺക്രീറ്റ് ചെയ്തതിനാൽ ആ സംവിധാനവും നഷ്ടപ്പെട്ടു. നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പാലത്തിന് മുകളിലൂടെയുള്ള ഈ റോഡ് അടുത്ത വർഷം പുതിയ മെമ്പർ വന്നാൽ റെഡിയാക്കി തരും എന്നും നിർമ്മാണം പകുതിയും മുക്കാലുമായി കുറേ കല്ലുകളും മറ്റും റോഡിൽ വാരിയിട്ടവും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാവുന്നതാണ്. ഇത്രയും ദൂരം ഇനിയും ചെളിയും മറ്റ് അസംസ്കൃത വസ്തുക്കളുമായി ഒരു പ്രത്യേക രീതിയിലുള്ള യാത്ര ഇവിടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓഫ് റോഡ്, ഓൺ റോഡ് എന്നീ സംവിധാനങ്ങൾ ഒരുമിച്ച് കണ്ടുകൊണ്ട് നല്ല പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഈ ഒരു റോഡിലൂടെ നിങ്ങൾക്ക് സഞ്ചരിക്കാം. ഇതാണ് പഞ്ചായത്തിൻ്റെ വാഗ്ദാനം. ഈ ഒരു ഭാഗത്തെ ആളുകൾ അധികം പ്രതികരിക്കാത്തതിനാലും കൂടുതൽ ആളുകൾ ഇതുവഴി സഞ്ചരിക്കുന്നതിനാലും കിട്ടിയതെല്ലാം പോരട്ടെ എന്നുള്ള കാഴ്ചപ്പാടിലുള്ള ആളുകളായതുകൊണ്ട് അവർക്കും ഇതിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എന്തായാലും ചെയ്ത ടീമിന് പോസ്റ്റർ വെക്കാനുള്ള ഒരു സംവിധാനം മാത്രമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ഉടനെ പോസ്റ്റർ നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ ഒരു ചിരിക്കുന്ന ഫോട്ടോയും വെച്ച് പ്രതീക്ഷിക്കാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ ഈ ഇട്ട വീഡിയോയുടെ താഴെ തന്നെ നിങ്ങൾക്ക് നൽകാവുന്നതാണ്. തീർച്ചയായും ഇതുപോലുള്ള വീഡിയോകളാണ് നമ്മുടെ നാടിൻ്റെ പുരോഗതിക്ക് ആവശ്യമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നന്ദി, നമസ്കാരം.